അപ്പോൾ ഇന്ന് നമ്മുടെ ആദ്യത്തെ ഗസ്റ്റ് സാർ ഉള്ളപ്പോൾ തന്നെ നമ്മൾ വിളിക്കുകയാണ്. ആരാണത്? ഒരു കുട്ടിയാണ്. എങ്ങനെയായിരിക്കും സാർ ആ കുട്ടീനെ നോക്കി കാണുന്നത്, അല്ലെങ്കിൽ സാറിന്റെ മനസ്സിൽ ഇപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് പാടുന്ന കുട്ടികളുണ്ട്, നന്നായിട്ട് പാടുന്നത്. നേരത്തെ സാർ ഇനോഗ്രേഷൻ പറഞ്ഞ പോലെ ലോട്ട് ഓഫ് കിഡ്സ് ഡോണ്ട് ഗെറ്റ് ആ ഒരു പോഡിയം കിട്ടുന്നില്ല. എന്നാൽ പിന്നെ അവരെക്കാളും ഒക്കെ വളരെ മീഡിയോക്കർ ആയിട്ട് പാടുന്നവർക്ക് തലയിലെഴുത്ത് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു കുട്ടി വരാൻ പോകുന്നുണ്ട്. ഷീ ഇസ് വെരി നൈസ് സിംഗർ. സാറിന്റെ എൻ്റെ എക്സ്പെക്ടേഷൻസ് എന്താണ്? ഇതോ? പിന്നെ ഇവളോ? അമ്മേ. ഇത് ആരാണെന്ന് അറിയില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. രഞ്ജിത്തേട്ടന്റെ മകളാണ് വർഷ. നീസാണ്, ശരത് സാറിന്റെ നീസാണ്. ചക്കരയാണ് ഡെഫിനറ്റ്ലി. അപ്പോൾ ഒരു എൻറ്റയർ എന്താ പറയുക, ഒരു കുടുംബത്തിലെ ഇത്രയും കലാകാരന്മാരുടെ നെക്സ്റ്റ് ജനറേഷനിലുള്ള ഒരു വാഗ്ദാനമാണ് വർഷ, അല്ലെ? വർഷ ഇപ്പോൾ പാടാൻ. വർഷയ്ക്ക് രഞ്ജിത്തിനേക്കാളും ഇഷ്ടമുള്ളത് ശരത്തിനെയാണ്. വർഷ, വെൽക്കം ടു മ്യൂസിക് 7. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ്. ഇപ്പോൾ വല്യച്ഛൻ്റെ അച്ഛൻ്റെ കൂടെയൊക്കെ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു വേദിയിൽ പോയിട്ടുണ്ടോ ഇങ്ങനെ രണ്ടുപേരുടെയും കൂടെ? ഇല്ല. വർഷം ഇപ്പൊ ഏതാ 10th കഴിഞ്ഞ് 11th പോവാൻ നിൽക്കുന്നു. ഏത് ബാച്ചാണ് എടുക്കാൻ? കോമേഴ്സ് ആണോ? എന്തുകൊണ്ടാണ് കോമേഴ്സ് നോക്കുന്നത്? വേറൊന്നും അറിഞ്ഞൂടാ. സത്യം മക്കളെ, വേറൊന്നും അറിയില്ലാത്തോണ്ട് അത് പറയുന്നത്. അല്ല, അത് ജസ്റ്റ് ഒന്ന് മ്യൂസിക്കിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അല്ലേ കൂടുതൽ? ഓക്കെ. പഠിക്കുന്നുണ്ടോ? മ്യൂസിക് പഠിക്കുന്നുണ്ട്. എവിടുന്നാണ് പഠിക്കുന്നത്? ഗുരു അച്ഛനാണ്. ഓക്കെ. വഴക്ക് പറയുന്നൊക്കെ വലിയച്ഛനാണ്. അങ്ങനെ. ഓക്കെ. ഏറ്റവും വലിയ ക്രിട്ടിസൈസിങ് ഫാക്ടർ എന്ന് പറയുന്ന വലിയച്ഛനാണോ അച്ഛനാണോ? രണ്ടുപേരും. അപ്പൊ എന്തായാലും നല്ലൊരു ഭാവിയുണ്ട്. ഞാൻ കുറെ കാലമായിട്ട് ചരച്ചറിന്റെ പുറകെ നടക്കുന്നു. ഓക്കെ. അപ്പൊ വല്യച്ഛന്റെ പാട്ട്, വല്യച്ഛന്റെ സാന്നിധ്യത്തില് അച്ഛൻ തബല വായിച്ചുകൊണ്ട് നമുക്ക് പാടാം. വിച്ച് സോങ്? മാലയത്തിനെ പറ്റി ഒരു ഭയങ്കര ഒരു സാർ പറഞ്ഞ ആ കഥ ഞാൻ കുറെ പേരെടുത്ത് പറഞ്ഞു സാർ. അതിന് കോപ്പിറൈറ്റ് ഞാൻ അങ്ങ് ഏറ്റെടുത്തു. ചിത്ര ചേച്ചി പാടുന്നതിന്റെ ഒരു കഥ പറഞ്ഞില്ലേ സാർ? ഭയങ്കര ഒരു കഥയായിരുന്നു. ആ കഥ ഞങ്ങൾക്ക് വേണ്ടി സാറിന്റെ വായി നിന്നുകൊണ്ട് കേൾക്കാൻ പറ്റുമോ? ഈ മാലയം എന്നുള്ള പാട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഗിരീഷ് പുത്തഞ്ചേരി അണ്ണാച്ചി എഴുതി, രാജുവേട്ടൻ്റെ ഫിലിം. അപ്പോൾ ഭയങ്കര എറോട്ടിക്കായിട്ടുള്ള പാട്ടാണ്. മോള് ചെവി വരൽ കേട്ടോ, ഈ വാക്കൊന്നും കേൾക്കണ്ട. അപ്പോൾ അങ്ങനൊരു സെക്സി പാട്ടായതുകൊണ്ട് ഇപ്പം എനിക്ക് വേറെ ഓപ്ഷനും ഇല്ല. ചിത്ര ചേച്ചിയാണ് കത്തി ജ്വലിച്ച് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം, ചേച്ചിക്ക് ഇത് പറഞ്ഞ് ചേച്ചിയെ മനസ്സിലാക്കിയാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതിനൊരു ജന്മം കൂടെ ജനിച്ച് ഒരു അനിയനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല, തോക്കും. അപ്പോൾ വിജയൻ ചേട്ടൻ്റെ അടുത്താക്കി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ കയറി പിടിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു വിഷയമായത് അല്ല, അത് വിജയൻ ചേട്ടനും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ചിത്ര ചേച്ചി വന്നു. ചേച്ചി ഐശ്വര്യയുടെ ഭയങ്കര ഭക്തി പുരസരമായിട്ട് അവിടെ ചെറിയ ഗണപതിയൊക്കെ വെച്ച് പാടുന്നതിന് മുമ്പ് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടോ ചന്ദനത്തിരിയും കേട്ടങ്ങോട്ട് എഴുതി മാലയം. ചന്ദനം കൃഷ്ണ അതൊക്കെ വിളിച്ചിട്ട് നിൽക്കുന്ന കണ്ട് ഞാൻ. അപ്പോൾ പാട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഒരു സെമി ക്ലാസിക്കൽ സ്വഭാവം ഉള്ളതുകൊണ്ട് ചേച്ചി കണ്ടൊക്കെ നിറഞ്ഞ് ദൈവത്തിനെ മനസ്സിൽ കണ്ടാ പാടുന്നത്. മാലയം മാറോടഞ്ഞ് കൃഷ്ണ മൈ കണ്ണിൽ മാമ്പൂ വിരിഞ്ഞും അയ്യോ കൃഷ്ണ രക്ഷിക്കണേന്ന്. ഇതിൻ്റെ ഇടയ്ക്കുള്ള വിളി എനിക്ക് കേൾക്കാം. ഞാൻ എൻ്റെ അമ്മച്ചി ഞാൻ പറയും ചേച്ചി ഇത് WWF മസിലോ. അപ്പോൾ ചേച്ചി അവസാനം അപ്പോൾ എൻ്റെ അടുത്ത് ചുമ്മാ കൃഷ്ണന് കോപിക്കുവേ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് താക്കിയത്. ഞാൻ പറയാം ചേച്ചി കുറച്ച് എണ്ണയൊക്കെ ഇട്ട് നിരോഷ മോഹൻലാൽ പറഞ്ഞിട്ടും ചേച്ചിക്ക് കത്തുന്നില്ല. അവസാനം ഞാൻ ചേച്ചിയുടെ ചേച്ചി അതിൻ്റെ വരികൾ പച്ചയാട്ടം എഴുതി വെച്ചേക്കാം അണ്ണാച്ചി. ഒരുവിധം മലയാളം അറിയാവുന്നവർക്ക് അത് മനസ്സിലാവും എന്താണ് അതിൻ്റെ. ചേച്ചിയുടെ കോൺസെപ്റ്റ് വേറെ വന്നപ്പോഴേ മാലയെന്ന് കണ്ടപ്പോഴേ കൃഷ്ണനുമായിട്ട് ഗുരുവായൂരുമായിട്ട് അങ്ങ് കണക്ട് ചെയ്തിട്ട് നിൽക്കുക ചേച്ചി. അപ്പം ഞാൻ അവസാനം ചേച്ചിയുടെ കാലേ വീണു. ചേച്ചി ഞാൻ പറയുന്ന പോലെ പാടിയാൽ മതി എന്നൊക്കെ ഈ ഡൈനാമിക്സ് വെച്ച് കളിച്ച്. അവസാനം ചേച്ചി ആയതുകൊണ്ട് KS ചിത്ര എന്നുള്ള ഒരു പാട്ടുകാരിയെ നമ്മുടെ കയ്യിൽ കിട്ടിയോണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യിക്കാം. നമ്മൾ പറഞ്ഞു കൊടുത്ത ചേച്ചി ഇങ്ങോട്ട് പാടിച്ചില്ല, അങ്ങനെ പാടിച്ചെടുത്തു. ചേച്ചിയുടെ 50-ാം വർഷം കൊണ്ടാടിയതിന് ശേഷമാണ് ഈ പാട്ടിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം മനസ്സിലായത്. എൻ്റെ ശരത്ത് ഇതൊക്കെയാണ് എന്നെ കൊണ്ട് പാടിച്ചത്. അപ്പം അതാണ് മോളെ. അതുകൊണ്ട് ആ അർത്ഥം ഒന്നും മനസ്സിൽ കേൾക്കണ്ട. മകൾ കൃഷ്ണനെ വെച്ചങ്ങ് പാടി.
കുതിർന്നാടും പൊന്നിന്നാട് ഒന്നൊന്നായണഞ്ഞു നിന്റെ നെഞ്ചിൻ ചെണ്ടുമല്ലിപ്പൂവിൻ നേർത്ത ചെല്ല കോമ്പുലഞ്ഞു മഞ്ഞൾ പൂവാക ചേർത്തും നല്ലൂരിൽ എണ്ണ തേച്ചും പൊന്നാമ്പൽ പൊയ്കയിൽ നീരാടും നേരമായി ദീവാരക്കൊട്ടിലിൽ ചാന്താടും കാലമായി കുതിർന്നാടും പൊന്നിന്നാട് ഒന്നൊന്നായണിഞ്ഞും നിന്റെ നെഞ്ചിൻ ചെണ്ടുമല്ലിപ്പൂവിൻ നേർത്ത ചെല്ല കോമ്പുലഞ്ഞു such a treat ആദ്യത്തെ എപ്പിസോഡിന് such a proud വെല്ലിച്ചൻ and അച്ഛൻ may god bless you മോളെ എന്തും ചിത്ര എന്താ സാറിന്റെ വേർഡിക്റ്റ് പറയൂ ഞാൻ എന്ത് പറയാനാ അല്ല ഞാൻ നോക്കിയപ്പോ ഒരാളൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു പിന്നെ ഞാൻ എന്ത് പറയാനാ സോറി ഞാൻ ആവേശം കൂടി അല്ല രഞ്ജിനി പറയുന്നതിനകത്താണ് അത് കുറേ കൂടെ സോൾ ഉള്ളത് അല്ല അല്ല ഒരു ആത്മാർത്ഥമായിട്ട് അത് സാർ കുറെ കാലമായിട്ട് കേട്ടോണ്ടിരിക്കുന്നു കേട്ട ഉടനെ കരച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ആകെ എനിക്ക് മോള് പാടിയതാവട്ടെ ഇവരുടെ ബാക്കിംഗ് ആവട്ടെ സൂപ്പറായിരുന്നു ഷിനു സംഘം തകർത്തട വേറൊന്നും പറയാനില്ല എനിക്ക് അത്രയ്ക്ക് കുറേ ഇഷ്ടമായി ഓൾ ദി ബെസ്റ്റ് മോളെ ഇറ്റ്സ് ഓൾ ഇൻ ദ ഗെയിം Okay, it's all in the game. Definitely, this is all in the game of the family. ഇതെല്ലാവർക്കും ഇങ്ങനെ പകർന്നിട്ടുണ്ട് നിങ്ങൾ ഈ ഫാമിലിയിലുള്ളവർ തന്നെ എല്ലാവരും ഇങ്ങനെ പാട്ടും മ്യൂസിക് ഡയറക്ഷനൊക്കെ ബാക്കിയുള്ളവർക്കും കൂടെ എന്തെങ്കിലുമൊക്കെ അതാണ് നമ്മുടെ ഫാമിലിയിലുള്ള ഒരു ഗുണമാണ് എല്ലാവരും മ്യൂസിക്കുമായിട്ട് ബന്ധമാണ് അപ്പം നമുക്കിപ്പോൾ ഒരു കച്ചേരി നടത്താൻ ഇപ്പോൾ ഓഡിയൻസ് ഇല്ലാലും കുഴപ്പമില്ല എൻ്റെ ഫാമിലി വന്നിട്ട് കേൾക്കും ഞങ്ങൾ അത്ര മെമ്പേഴ്സ് ഉണ്ടോ പിന്നെ രഞ്ജിത്തേട്ടാ പ്ലീസ് താങ്ക് യു സോ മച്ച് ഈ ഒരു വേദിയിൽ വന്നതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഐ എം വൺ ഓഫ് ദി ലക്കിയസ്റ്റ് പേഴ്സൺസ് ഹൂ ഗോട്ട് ചേട്ടനെ അനിയനെയും അനിയന്റെ മകളെയും എല്ലാവരെയും ഫുൾ ഫാമിലിനെ ഇവിടെ കൊണ്ടുവന്ന ആദ്യത്തെ ഹോസ്റ്റ് ഞാനല്ലേ സർ അല്ലേ തീർച്ചയായിട്ടും അപ്പൊ മ്യൂസിക് 7 വന്നതിന് ഒരുപാട് താങ്ക് യു രഞ്ജിത്തേട്ടാ. അതിന് വേറൊരു കാര്യം കൂടെ അത് പറഞ്ഞ സ്ഥിതിക്ക് പറയാം ഇവനൊരു കാറുണ്ട് ഇവനൊരു കാർ മേടിച്ച് പണ്ട് അവിടെ ഓടിച്ചോണ്ട് നടന്ന എനിക്ക് ഓർമ്മയുണ്ട് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇപ്പൊ ആ കാർ കണ്ടിട്ട് ഏത് കാറാന്ന് അറിഞ്ഞൂടാ അതുകൊണ്ട് വെളിയിൽ ഇറക്കാൻ പോയി ആരാണ്ട് പിടിക്കുമെന്ന് പോലീസുകാർക്ക് നല്ല കോളായിരിക്കും ഒരു ആൾട്ടയാണ് ഇപ്പൊ കണ്ട അത് BMW അല്ല അംബാസഡറും അല്ലാത്ത ലെവലിൽ ആൾട്ടർ ചെയ്ത് അത് എടുത്തോണ്ട് പുറത്തു പോകാൻ പോയി ഇപ്പൊ അംബാസഡർ ഭയങ്കര റെയർ ആണ് ഇപ്പൊ കാണാൻ കേട്ടാറില്ല അത് കാരണം കുഴപ്പമില്ല. അപ്പൊ ശരി ഓക്കെ ശരിടാ അടുത്ത പാട്ട് ഏതാ ശ്രീരാഗമോ ഓക്കെ അതിന്റെ സ്റ്റോറി എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും രസകരമായ ഇതുപോലെ അല്ല രസകരം ഇത് ഈ കമ്പോസിങ്ങിന് ട്രിവാൻഡ്രത്ത് വരുമ്പോഴും ഇതിന്റെ സിറ്റുവേഷൻ രാജീവേട്ടൻ അവിടെ ഇങ്ങനെ റിലേഷൻഷിപ്പിന്റെ ഒരു പാട്ടാണ് അപ്പോൾ എല്ലാവരും ഉണ്ട് ഇതിൽ ഇടയ്ക്കിടയ്ക്ക് പട്ടാളത്തിൽ നിന്ന് വന്ന് ലളിത ചേച്ചിയെ കാണാൻ വരുന്ന
CI പോളിൻ്റെ കാര്യം വരെ ഉണ്ട്. അപ്പോൾ അതിലപ്പം എനിക്ക് ആകെ കൺഫ്യൂഷനായി ഉള്ള സത്യം പറയാൻ. അത് കേട്ടപ്പോൾ ഇത് എങ്ങനെ പോകണം എന്നുള്ളൊരു ഭീകരമായിട്ടുള്ളൊരു കൺഫ്യൂഷനിൽ ഞാനിങ്ങനെ ഇരുന്നു. ഇപ്പോൾ രാജുവേട്ടൻ അപ്പോൾ ഇത് നടക്കുമ്പോൾ എത്ര വയസ്സുണ്ട് ശരത് സാറിന്? എനിക്ക് 6 or 7. അല്ല അത് കണക്ക് കൂട്ടിയാൽ പോരെ. ഞാൻ ക്ഷണക്കത്ത് 19 വയസ്സിലായിരുന്നു, അത് വെച്ച് പിടിച്ചാൽ മതി. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ആകെ കൺഫ്യൂഷനായിട്ട് അയ്യോ ഇത് ഇങ്ങനെ എൻ്റെ തലയിൽ ഒന്നും വന്നില്ല, അതാണ് സത്യം. അപ്പോഴാണ് ഈ നമ്മുടെ തിലകൻ ചേട്ടൻ്റെ ഫാമിലിയുടെ ശ്രീവിദ്യ അമ്മയുടെയും വീട്ടിൻ്റെ അയലത്തുകാരൻ, അന്ന് ജഗതി ചേട്ടനായിരുന്നു ആ ഒരു ക്യാരക്ടർ ചെയ്യേണ്ടിയിരുന്നത്. അപ്പം ശരത്ത് രാജുവേട്ടൻ പറഞ്ഞു ഇങ്ങനെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമ്പോഴൊക്കെ അതേ ഈ ക്ലാസിക്കൽ ഭയങ്കര ഭ്രാന്തനാണ്, കച്ചേരി കേൾക്കാൻ പോകും. അപ്പോൾ ഓരോ ക്ലാസിക്കൽ പാട്ടും കീർത്തനങ്ങളും പാടിക്കൊണ്ടാണ് അദ്ദേഹം വരുന്നതെന്ന് പറഞ്ഞു. എനിക്ക് അതാണ് എൻ്റെ സ്പാർക്ക്. ഇപ്പം പക്കല നിലവടി എന്നുള്ള കീർത്തനമാണ് ആ ശ്രീരാഗമോ എന്നുള്ള പാട്ട് ഞാൻ ചെയ്യാൻ എനിക്ക് പ്രചോദനമായിരുന്നു. പിന്നെ എൻ്റെ ഗുരുനാഥൻ ചെയ്ത ഒരു അഷ്ടപതിയുണ്ട്, അസാധ്യ ഒരു ഫീലുള്ള സാധനം. അപ്പോൾ അത് മനസ്സിൽ തന്ന, അത് മോട്ടിച്ചെന്നല്ല കേട്ടോ, അത് ഇൻസ്പയർ പക്കല നിലപടി അല്ലല്ലോ ശ്രീരാഗമോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയാണ് ഞാനിതൊരു ആ സാധനം ഇതിൻ്റെ ഇടയ്ക്ക് ആ കീർത്തനവും ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ രാജുവായിട്ട് ഷൂട്ട് ചെയ്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഷൂട്ട് ചെയ്തു. ദാസൻ കണ്ടത് എടാ മോനെ ഞാൻ ഈ കഷ്ടപ്പെട്ട് പാടിയ സ്വരങ്ങൾക്ക് അവിടെ പടവലങ്ങ അരിയൊക്കെ ചെയ്യുകയാണല്ലോ കണ്ടിട്ട് പറഞ്ഞത്. പക്ഷെ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സൂപ്പർ താളത്തിൽ, പിന്നെ 7/8 അരിയുന്നു, ആർക്കെങ്കിലും പറ്റൂ. അപ്പൊ എന്തായാലും ശ്രീരാഗമോ എന്നുള്ള ഒരു പാട്ടാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ ആര് നോക്കിയാലും അൺപ്ലഗ് കവേഴ്സ് ചെയ്യുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഇത് കവർ ചെയ്ത്, ചിലർ കവർ അടക്കിയിട്ടുണ്ട് മോളെ, കവറല്ല എന്നാലും കുഴപ്പമില്ല. വാട്ടവർ പ്ലീസ് നോട്ട് ദ പോയിന്റ്. മോള് പാടിക്കോളൂ. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ. നിൻ മൗനമോ പൂമാനമായി, നിൻ രാഗമോ പൂവാളമായി, എൻ മുന്നിൽ നീ പുലർക്കന്യയായി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. పదని దప మగరి గమ పదని సరి మగరి సని దప మగరి గమ పత్త సరి గమ పని సరి గమ బక్కల సరి గమ ప దని రబద దని గరిని నిద మగరి సరి గమ ది గమ ప గమ పద మ పదని గరి నిస సని నిద దప గరి నిస సని నిద దప గరి నిస సని నిద దప గరి సని దప సని గమ పది గమ పద గమ పదని గరి సని దని సని దప సని దప ని గమ పద సని గమ పని సని గమ బక్కల. പ്ലാവില പൊൻതളികയിൽ പാൽ പായസ ചോറുണ്ണുവാൻ പിന്നെയും പൂം പൈതലാൽ കൊതി തുള്ളി നിൽക്കുവതെന്തിനോ ചെങ്കതളിക്കൂമ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ കാറ്റിനോടു കെഞ്ചി ഒരു നാട്ടുമാങ്കനി വീഴ്ത്തുവാൻ ഇനിയുമീ തൊടികളിൽ കളിയാടാൻ മോഹം. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ
പൊൻതന്തിയിൽ സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം. ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമായി, നിൻ രാഗമോ ഭൂപാളമായി, എൻ മുന്നിൽ നീ പുലർക്കന്യയായി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം. ഈ നമ്മളിൽ മനസ്സറിഞ്ഞു സർ, കണ്ണെന്നറിഞ്ഞു. എന്തോ ഭയങ്കര ഒരു ഡിവൈൻ ആയിട്ടുള്ള എന്തോ ഒന്നും പറയണ്ട. ശരത് സാറിനെ കണ്ട സന്തോഷവും മോളും അതാണ് അല്ല, പാട്ടും എല്ലാം അതാണ് പ്രധാനമായിട്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ് പ്രധാനമായിട്ട്. അത് ഡെഫിനറ്റ്ലി മോള് സാറിൻ്റെ പാട്ട് എന്തോ ഫുൾ ഫാമിലി, വെരി ബ്ലെസ്ഡ് ഫാമിലി. ഇനിയും അങ്ങോട്ട് ഐ ഹോപ്പ് ടു സീ യു ഇൻ ദ ലെവൽ ഓഫ് ചിത്ര ചേച്ചി സംഡേ. Thank you so much, സീരിയസ് ചേച്ചി. അതിനുള്ള Thank you. എല്ലാ പൊട്ടൻഷ്യലും ഉണ്ട് മോളെ. താങ്ക് യു. ലോട്ട് ഓഫ് പീപ്പിൾ സിംഗ്, അത് ശരിയാണ്. പക്ഷെ ഐ ഡോണ്ട് നോ, എനിക്ക് അങ്ങനെ തോന്നി. ആൻഡ് വിത്ത് ദ റൈറ്റ് ഗൈഡൻസ്, ഇതിലും വലിയ റൈറ്റ് ഗൈഡൻസ് ഇല്ലല്ലോ വെല്ലിച്ചനും അച്ഛനും. അതെ. മേ യു ബിക്കം ലൈക്ക് യുണീക്ക്, മേ യു ബിക്കം വർഷ. അതെ മോളെ, അത് ഈ ഒരു പറഞ്ഞ വാക്ക് അക്ഷരാർത്ഥത്തിൽ എടുത്തോളാം. ബാക്കിയൊക്കെ പറഞ്ഞത് കളഞ്ഞേക്ക്. നമ്മളായിരിക്കാം എപ്പോഴും. നമ്മുടെ ഐഡന്റിറ്റി എന്നുള്ളതാണ് പ്രധാനം. ഒരു വലിയ ഒരു പാട്ടുകാരിയായി മാറാനായിട്ട് ചേച്ചിയുടെ എല്ലാ അനുഗ്രഹവും. താങ്ക് യു സോ മച്ച്. താങ്ക് യു അല്ലിച്ച. താങ്ക് യു വെല്ലിച്ച. താങ്ക് യു വലിയ. മായമഞ്ജലിൽ നിന്ന് പറഞ്ഞ പാട്ടും ഇതേപോലെ ഒരുപാട് പേര് കവർ സോങ്സ് ആയിട്ട് പാടുന്നു. ഞാൻ സ്റ്റേജിൽ കവറായിട്ടൊന്നുമല്ല പാടാറുണ്ട് സ്റ്റേജിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാ. ഇതിന്റെ എന്തെങ്കിലും രസകരമായ എന്തെങ്കിലും നുറുങ്ങുകൾ ഉണ്ടോ സർ? ക്ഷണക്കത്ത് ഫിലിം ഓടാതിരുന്നതുകൊണ്ട്, അതിൻ്റെ പ്രൊഡ്യൂസർ ഓടിയത് കൊണ്ടും എനിക്ക് പിന്നെ അടുത്ത പടം രാജീവേട്ടൻ തന്നെ ആയിരുന്നു. ഒറ്റയാൾ പട്ടാണ്. അപ്പോൾ 2 വർഷം ഒന്നുമില്ല, അതിലൊക്കെ വായി നോക്കി നടക്കാമായിരുന്നു. അപ്പോൾ ഇത് വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ, എടോ തൻ്റെ ആദ്യത്തെ പടം പാട്ടൊക്കെ ഭീകര ഹിറ്റായതുകൊണ്ട് ഇത് തനിക്ക് അതൊരു പാരയാണ്. അപ്പോൾ അതിനേക്കാൾ ഹിറ്റാവുന്നൊരു പാട്ടുണ്ടാക്കില്ല, അതുകൊണ്ടൊരു കാര്യവുമില്ല. പിന്നെ നിലനിൽപ്പില്ലെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. അങ്ങനെയൊക്കെ കേട്ടപ്പോഴത്തേക്ക് അപ്പോൾ ഇത് എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു ഭീകര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഒരു ദിവസം ഈ റെക്കോർഡിങ്ങിന് ഒരു ദിവസം മുമ്പ് 3 മണിക്ക് ഞാൻ ഉണർന്നു. എനിക്കെന്തോ ഒരു ഉണരണമെന്ന് തോന്നി ഉണർന്നു. അപ്പോൾ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ 3 മണി സമയത്താണ് പ്രേതങ്ങൾ തേരാപ്പാര നടക്കുന്നത്. ആ മുഹൂർത്തം രാമമുഹൂർത്തമല്ല, പ്രേതമുഹൂർത്തമാണ്. എങ്കിലും ഞാൻ എണീറ്റിരുന്നപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് ഇങ്ങനെ എനിക്കതിൻ്റെ എല്ലാം വരുന്നുണ്ട്. അപ്പം ഞാനത് നോട്ട് ചെയ്ത് വെച്ചു. അതൊന്നാമത് ഞങ്ങൾ താമസിച്ച വീട്ടിലും ഈ പ്രേതബാധയൊക്കെ ഉള്ളതുമാണ്. ഇവനൊക്കെ എൻ്റെ തലയിലൊക്കെയാണ് കിടന്നുറങ്ങിയിട്ടുള്ളത്. എൻ്റെ അനിയൻ, അവന് ഭീകര പേടിയാണ്. അവന് പ്രേതത്തിനെ മാത്രമല്ല പേടി, അവന് ഈ പടക്കം, ഈ ദീപാവലി തമിഴ്നാട്ടിൽ താമസിച്ചിട്ട് ദീപാവലി പൊളിച്ചോടാൻ പറ്റുമോ? അത് തന്നെ. പത്തായത്തിലല്ല, ഇവൻ ഗ്യാസ് കുറ്റിയുടെ കൂടെ നമ്മൾ നോക്കുക 2 കുറ്റി, ഒന്ന് ഇവനാ കുറ്റി അടിച്ച് കറക്കാൻ തോന്നും. പിന്നെ അത് മാത്രമല്ല, ഇവൻ ഈ ദീപാവലി സമയത്ത് ഇവൻ ചെറിയ മറ്റേ ടോർച്ച് ലൈറ്റ് ബൾബില്ലേ, ആ ബൾബിൽ ബലൂൺ ഇട്ട് കെട്ടിയിട്ട് ചെവി കയറ്റാൻ പറ്റിയ ഒരു ഐറ്റം അവൻ തന്നെ സ്വയം സൃഷ്ടിച്ച് അത് ചെവിയിലടിച്ച് കയറ്റിയിട്ടിരിക്കുക, വിയർത്തൊഴുകി കേൾക്കാതിരിക്കാൻ. ഇത് ചെവി പൊട്ടി പട്ടികളും ഇവനുമാണ് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് പടക്കത്തിന്. ഇവനെ കിട്ടത്തോലും ഇവൻ വിയർത്തൊളിച്ച് നമ്മളൊക്കെ പിടിച്ച് വലിച്ച് വെളിയിലിടും. എടാ ചെവിയുന്നത് ഇതെന്തെങ്കിലും ഒരു സാധനം അടിച്ച് കയറ്റിയിട്ട് ഇങ്ങനെ വിയർത്തൊഴുകി. പഴയ കുട്ടിച്ചാത്തൻ സിനിമയിൽ കൊട്ടാരക്കര ശ്രീധരൻ നായർ സാറിനെ കാണുമ്പോൾ ആ കുട്ടിച്ചാത്തൻ്റെ ഒരവസ്ഥയായിരുന്നു. ഇവന് വിയർത്തൊഴുകി തീക്കുണ്ടത്തിൻ്റെ ഇടയ്ക്ക് ചെവിക്കകത്ത് ബൾബും കയറ്റി. അതായിരുന്നു ഇവൻ്റെ ഒരവസ്ഥ. ഭയങ്കര പേടി. അല്ല, എനിക്ക് പേടിയാണ്, പക്ഷെ അത്രയ്ക്കില്ല. ഇവൻ ബൾബ് കയറ്റുമ്പോൾ എനിക്കൊന്നും പ്രത്യേകിച്ച് കയറ്റാനില്ല. അതുപോലെ ഇവൻ്റെ അണ്ണനായിട്ട് ഞാനും അങ്ങ് പേടിച്ചാൽ അവൻ പിന്നെന്ത് വിചാരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ കരഞ്ഞോണ്ട് ഇവന് കാണുമ്പോൾ തിരിഞ്ഞിട്ട് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ ഒരു ഇങ്ങനെയൊക്കെ ഉള്ള എത്ര കഥകൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞു. ഓട്ടം ഇതൊക്കെ ജീവിതത്തിൽ
എന്നാ പിന്നെ ഇവിടെ കൊളുത്തി പിടിച്ചു. ഇല്ല, കൊളുത്തി പിടിക്കാൻ ഒന്നും ഇല്ലല്ലോ ശരീരത്ത്. നമുക്കൊക്കെ പിടിച്ചെന്ന് പറഞ്ഞാലും അറിയാം, ആകപ്പാടെ ഒരു സ്കെലിട്ടൺ, ഒരു അസ്ഥി കൂടെ വന്നിട്ട് എൻ്റെ ഇവിടെ കൊളുത്തി പിടിച്ചു എന്ന് പറഞ്ഞാൽ. മക്കളെ മായാമഞ്ചൽ പാടും. മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ, കാണാത്തമ്പുരു തഴുകുമൊരു തൂവൽ തിങ്കളേ, ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ, കിനാവ് പോൽ വരൂ വരൂ മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ. എഴുതിരി വിളക്കിന്റെ മുൻപിൽ ചിരി തൂകി മലർത്താലം കൊണ്ടുവന്നതാര്, എഴുതിരി വിളക്കിന്റെ മുൻപിൽ ചിരി തൂകി മലർത്താലം കൊണ്ടുവന്നതാര്, കനക പഞ്ചാടി പോലെ കനക പഞ്ചാടി പോലെ അഴക് തൂകുമീ നേരം, ഏതൊരോർമ്മയിൽ നിന്നു നീ ആരെ തേടുന്നു ഗോപികേ, കിനാവിലെ മനോഹരി മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ, കാണാത്തമ്പുരു തഴുകുമൊരു തൂവൽ തിങ്കളേ, ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ, കിനാവ് പോൽ വരൂ വരൂ മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ, കാണാത്തമ്പുരു തഴുകുമൊരു തൂവൽ തിങ്കളേ.